വനിതകൾ തലപ്പത്തേക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ ഇന്ന് ഈ വോട്ട് ചെയ്തിട്ട് മടങ്ങാതെ കുറേ അധികം ആളുകളുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താരസംഘടന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയും ആ തിരഞ്ഞെടുപ്പിന് അവസാനം ഒരു അന്തിമ ഫലമായിട്ട് ഇപ്പോൾ വനിതാ താരങ്ങൾ തന്നെ തലപ്പത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗമന ആശയത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വനിതകൾ തലപ്പത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾക്കെല്ലാം ഒരു വിരാമമാകുന്നു എന്ന് തന്നെയാണ് ആളുകൾ കണക്ക് കൂട്ടുന്നത്. അതിനെ സാധൂകരിക്കുന്ന പ്രതികരണങ്ങൾ ഇതിനോടെ തന്നെ ഉണ്ടാകുന്നു. നടൻ ദേവനൊക്കെ ഇന്ന് രാവിലെ വലിയ പ്രതീക്ഷയിലായിരുന്നു. മുതിർന്ന അഭിനേതാക്കളുടെ അടക്കം പിന്തുണ തനിക്കുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും. വനിതകൾ തലപ്പത്തേക്ക് വരുന്നത് താൻ എതിരല്ല. പക്ഷേ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് തൻ്റെ എക്സ്പീരിയൻസ്, തൻ്റെ അനുഭവ സമ്പത്ത് അത് വലിയ ഒരു പിന്തുണയാകുമെന്നായിരുന്നു ദേവന്റെ ഒരു പ്രതികരണം. അതുപോലെ തന്നെ രവീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് താൻ വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ സംഘടനയ്ക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആളാണ്, സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കുക്കു പരമേശ്വരനെക്കാളും മുൻതൂക്കം തനിക്കുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതായിരുന്നു രവീന്ദ്രൻ്റെ അടക്കം പ്രതികരണം. രവീന്ദ്രനും ദേവനും അല്പസമയത്തിന് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അമ്മ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത് താരസംഘടന ഇനി നയിക്കുന്നത് അത് വനിതകളായിരിക്കും. വനിതാ പ്രസിഡന്റ്, വനിതാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ, സിനിമ കോൺക്ലേവിൽ അടക്കം ഉരുത്തിരിഞ്ഞു വന്ന കുറെ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് കീ പോസ്റ്റുകളിലേക്ക് വരുന്നു. ഇവർ രണ്ടുപേരും കൂടി വരുമ്പോൾ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ അമ്മ സംഘടനയെ സംബന്ധിച്ചോളം ഏറെ ഉറ്റുനോക്കുന്നതായിരുന്നു ശ്വേതാമേനോൻ തലപ്പത്തേക്ക് എത്തുമോ എന്നുള്ളത്. ശ്വേതാമേനോനെതിരെ അടുത്ത കാലത്ത് ഉയർന്നു വന്ന പ്രത്യാരോപണങ്ങളിൽ പോലും പൊതുസമൂഹം അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കാരണം നമ്മൾ പൊതുജനങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. ആ സംസാരിച്ച സമയത്തൊക്കെ ഇത് കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നും കേൾക്കുമ്പോൾ തന്നെ അറിയാമെന്നായിരുന്നു ശ്വേതാമേനോനെ അനുകൂലിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അവർ അഭിനയിച്ച സിനിമകൾ ഓരോന്നും നമുക്കറിയാം. ആ സിനിമകളെല്ലാം വളരെ പ്രേക്ഷക പ്രീതി നേടിയിട്ടുള്ളതാണ്. അന്നൊന്നും ഉരുതിരിഞ്ഞു വരാത്ത അല്ലെങ്കിൽ ഉയർന്നു വരാത്ത ഒരു ആരോപണം ഇപ്പോൾ വരുന്നതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നാണ് പൊതുജനങ്ങളും സംഘടനയുടെ ഒരു വിഭാഗവും ചോദിച്ചത്. പക്ഷേ എന്തായാലും ശ്വേതാമേനോനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഒന്നും അടിസ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ താരങ്ങൾ തന്നെ അവർ അഭിപ്രായമായി ഇന്ന് രാവിലെ മോഹൻലാൽ സൂചിപ്പിച്ചതുപോലെ വോട്ടുകൾ അഭിപ്രായമായി ഇപ്പോൾ രേഖപ്പെടുത്തി അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാമേനോനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും എത്തിയിരിക്കുന്നത്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത് ദേവനും ശ്വേതാമേനോനുമായിരുന്നു. അവിടെ ശ്വേതാമേനോന്റെ വിജയമുണ്ടായിരിക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത് രവീന്ദ്രനും കുക്കു പരമേശ്വരനുമായിരുന്നു. അവിടെ കുക്കു പരമേശ്വരന് ജയമുണ്ടായിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ, നാസർ ലത്തീഫ് എന്നിവരായിരുന്നു. അതിൽ ലക്ഷ്മിപ്രിയയ്ക്ക് വിജയമുണ്ടായിരിക്കുന്നു. ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിച്ച ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനുമായിരുന്നു. അവിടെ ഉണ്ണി ശിവപാൽ വിജയിച്ചു കയറി. സ്ത്രീകൾക്ക് 4 സീറ്റ് സംവരണമുള്ള എക്സിക്യൂട്ടീവിൽ 4 വനിതാ അംഗങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് അൻസിബ ഹസൻ നേരത്തെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഈ അമ്മ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം ഉണ്ടാക്കാൻ അതിലെ വനിതാ അംഗങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അമ്മയിലെ അംഗങ്ങളുടെ ആഗ്രഹപ്രകാരം, അവരുടെ തീരുമാനപ്രകാരം ഏറ്റവും നല്ല ഒരു ഭരണസമിതി തന്നെ നിലവിൽ വരും എന്നായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നടൻ മോഹൻലാൽ പ്രതികരിച്ചിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ ഓഗസ്റ്റ് 27 അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. കഴിഞ്ഞ ഓഗസ്റ്റ് 27 ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞത്. ഈ പശ്ചാത്തലത്തിലാണ് അമ്മയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഒരുങ്ങിയത്. അതിനെ തുടർന്ന് വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടമായിരുന്നു. വളരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പോലും ഉന്നയിക്കപ്പെടുകയും അത് കേസുകളായി മാറുകയും ഒക്കെ ചെയ്തു. ആളുകൾ പരസ്പരം പ്രത്യാരോപണങ്ങളുമായി കളം നിറഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അമ്മയിൽ നടന്നത്. അതിലൊന്ന്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ശ്വേതാമേനോനെതിരെ അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നൊരു കേസ് വരുന്ന ഒരു സാഹചര്യം വരെ, ആ ഒരു ഘട്ടം വരെ ഈ ആരോപണങ്ങൾ നീണ്ടു.